ഹായ് ഓൾ, ഇഡൻ ടോക്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം KJ. നമുക്കറിയാം, ഇന്ന് UK എല്ലാവരും വളരെയധികം മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം UK ലേബർ ഗവൺമെൻറ് ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പുതിയ കുറേ ചേഞ്ചസ്, ഇവരുടെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, വിസ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട്, ILRുമായിട്ട്, സിറ്റിസൺഷിപ്പുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ള കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ മറ്റ് കൺട്രീസിൽ നിന്നോ സ്റ്റേറ്റിൽ നിന്നോ ഒക്കെ വന്നിട്ടുള്ളവരാണെങ്കിലും വളരെയധികം വിഷമിച്ച് ഭീതിയോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായ ആ വൈറ്റ് പേപ്പർ കൊണ്ട് അതിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഞാൻ മെയിനായിട്ട് എടുക്കുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് ILR 5 വർഷത്തിൽ നിന്നും 10 വർഷത്തിലേക്ക് ആക്കി എന്നുള്ള ഒരു പോയിൻ്റ്. രണ്ടാമത്തേത് സ്റ്റുഡൻറ്റ് വിസയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. മൂന്നാമത്തേത് ഈ പറയുന്ന സിറ്റിസൺഷിപ്പിന് വരുന്ന മാറ്റങ്ങൾ. നാലാമത്തേത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, ഈ വിസ ചേഞ്ചസ് അല്ലെങ്കിൽ ILRനും ഒക്കെ വേണ്ടിയപ്പോൾ ഉള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഈ 4 കാര്യങ്ങളാണ് ഞാൻ ആ വൈറ്റ് പേപ്പറിൽ നിന്നുള്ളതിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഇന്ന് ഈ വീഡിയോയിൽ ILR 5 വർഷത്തിൽ നിന്നും 10 വർഷത്തിലേക്ക് ആക്കി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഈ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒരിക്കലും ഇംപ്ലിമെൻ്റ് ആയ റൂളോ ലോയോ ഒന്നും തന്നെയല്ല. അതൊരു പ്രപ്പോസലാണ്. ആ പാർട്ടി ലേബർ ഗവൺമെൻറ്, ഇപ്പോൾ ഭരിക്കുന്നത് ലേബർ ഗവൺമെൻറ്റാണ്. ലേബർ ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ തന്നെ അടുത്ത വേറെ കൺസർവേറ്റീവ് ഉണ്ട്. ഋഷി സുനക്കൊക്കെ ആയിരുന്നു അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൈം മിനിസ്റ്റർ. അപ്പം ഇപ്പോൾ ലേബർ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. സ്റ്റാമറാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ഈ വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരു റൂളായിട്ടില്ല. ഇനി ഈ വൈറ്റ് പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്ത് പാർലമെൻറ്റ് പാസ്സാക്കിയെങ്കിൽ മാത്രമേ ഇതൊക്കെ റൂളാകത്തുള്ളൂ. അന്നേരമേ നമുക്കറിയത്തുള്ളൂ ഇത് എന്നാണ് ഇംപ്ലിമെൻ്റ് ആവുന്നതെന്നും. ഇതിനകത്ത് പല ചേഞ്ചസും ഇനിയും വരാം. അപ്പം ഇതൊരു ഡ്രാഫ്റ്റ് കോപ്പിയാണ്, ധവളപത്രം. നമ്മുടെ പാർട്ടികളൊക്കെ ഇലക്ഷന് കയറുന്നതിന് മുമ്പേ നമുക്കവിടെ ഒരു അജണ്ട വെക്കുമല്ലോ, ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതുപോലെ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഇത്രയധികം പുറത്തുനിന്ന് ആളുകൾ വന്നുകൊണ്ട് അത് എങ്ങനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഇവരുടെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നേരത്തെ ILR അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ, PR എന്ന് പറയും, പെർമനൻറ്റ് റെസിഡൻസ്, ഇതൊക്കെ 5 വർഷം ഇവിടെ ഒരു വർക്ക് വിസയിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ 5, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഒരാൾ വന്നു ഇവിടെ, ഒരു വീട്ടിൽ നിന്നും ഒരു വൈഫ് വന്നു. അപ്പം ആ വൈഫിൻ്റെ ഹസ്ബൻഡും മക്കളും ഡിപ്പെൻഡൻ്റായിട്ട് വന്നു. അപ്പോൾ ആ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് ചെയ്തു. മാസ്റ്റേഴ്സ് പാസ്സായതിനു ശേഷം ഒരു ജോലിയിലേക്ക് വൈഫ് മാറി. അതായത് വർക്ക് വിസ ഉള്ള ജോലിയിലേക്ക്, PSW അല്ല, വർക്ക് വിസ ഉള്ള ജോലിയിലേക്ക്. എക്സാമ്പിൾ എടുത്തോ, നമ്മുടെ കെയർ ഹോം വിസ എടുത്ത് മാറി. ഈ കെയർ ഹോം വിസയിൽ 5 വർഷം നിന്ന് കഴിഞ്ഞാൽ, അപ്പോൾ ആ പഠിച്ച ഒരു വർഷം കൂട്ടത്തില്ല, ഈ കെയർ ഹോം വിസയിലുള്ള 5 വർഷവും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കാലാവധി പൂർത്തിയാക്കാം. പിന്നെ നമുക്ക് ILRനിലെ PRന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതേ സെയിം കേസ് തന്നെയാണ് ഇപ്പോൾ നേഴ്സായിട്ട് വന്നാലും ഡോക്ടറായിട്ട് വന്നാലും IT ഫീൽഡിൽ വന്നാലും 5 വർഷം വർക്ക് വിസയിൽ നിന്ന് കഴിഞ്ഞാൽ, എംപ്ലോയർ സ്പോൺസർ ചെയ്ത് സ്പോൺസർഷിപ്പ് കിട്ടി 5 വർഷം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അത് 5 വർഷം നിന്നാൽ മാത്രം പോരാ. ഈ 5 വർഷത്തിൽ പല കാര്യങ്ങൾ വേറേതും വേണം. ഒന്ന് മെയിനായിട്ടുള്ളതാണ് ലൈഫ് ഇൻ ദി UK എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സായിരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ലൈഫ് ഇൻ ദി UKക്കകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നും എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യുന്നതെന്നും. പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ടിയതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി. അതിന് IELTS ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രിയോ മാസ്റ്റേഴ്സോ ഇനി കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെങ്കിൽ അതിനിവിടെ UK NARIC വഴി ഈക്വലൻസ് എടുത്ത് അതിൻ്റെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് UK NARIC വഴി എഴുതുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ ഫ്യൂച്ചറിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊക്കെ അത് പ്രയോജനപ്പെടും. പിന്നെ
ഈ രണ്ട് കാര്യങ്ങളും, പിന്നെ നമ്മൾ ഇങ്ങനെ വലിയ ക്രിമിനൽ കേസുകളിലോ ഒന്നും പെടാതെ, ചെറിയ ഫൈൻ കിട്ടിയതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് വരുന്നത്. വലിയ വലിയ ക്രിമിനൽ കേസുകൾ, അങ്ങനെയുള്ള കോർട്ടിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊന്നും അകപ്പെടാതിരിക്കുന്ന ആളുകൾ, അതൊക്കെ അവർ നോക്കും, ഇത് PR അല്ലെങ്കിൽ ILR ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ. അപ്പോൾ 5 വർഷത്തെ ഇതും പിന്നെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയും പിന്നെ ഈ പറയുന്ന നമ്മുടെ ടെസ്റ്റും, ലൈഫ് ഇൻ ദ UK ടെസ്റ്റും, പിന്നെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ഈ ഫീസ് കൂടെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരുന്നു ഈ പറയുന്ന ILR. പക്ഷേ ഇപ്പോൾ ഈ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ അവകാശമല്ല, ഏൺഡ് ILR ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ഏൺ ചെയ്യണം, അതിന് നമ്മൾ പ്രാപ്തരാകണം. ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് വായിച്ചതിൽ നിന്ന് മനസ്സിലായത്, എനിക്ക് മറ്റു പല ബ്ലോഗുകളും മറ്റ് പല ന്യൂസുകളും, BBC ന്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പാർലമെൻറ്റിലെ ഈ പറഞ്ഞ സിറ്റുവേഷൻസ്, അവരുടെ മീറ്റിങ്സിലൊക്കെ ആണെങ്കിലും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇത് ഒരിക്കലും ഇവർ ഇംപ്ലിമെൻ്റ് ആക്കാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും ഇത് ഇംപ്ലിമെൻ്റ് ആക്കും. ഇതൊരു പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്കാണ് ഇത് മാറ്റാനായിട്ട് പോകുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം. പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 100 പോയിൻ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾക്ക്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ 100 പോയിൻ്റ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് PR കിട്ടും 5 വർഷം കൊണ്ട് തന്നെ. അതിൽ വരാത്തവർ 10 വർഷത്തിലേക്ക് മാറും. അപ്പോൾ ഈ 100 പോയിൻ്റ് കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൻ ആപ്ലിക്കൻ്റ് എടുക്കുമ്പോൾ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്ത ആളാണ്, മാസ്റ്റേഴ്സ് ഡിഗ്രി UK കംപ്ലീറ്റ് ആയിട്ടുണ്ട്, മേ ബി 20 പോയിൻ്റ്. അവരൊരു സെറ്റ് ഓഫ് ജോബ് വെച്ചിട്ടുണ്ട് ഒന്ന് വെക്കുക, അതായത് ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ, അല്ലെങ്കിൽ ഈ പറയുന്ന AI ഫീൽഡിലുള്ളവർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീൽഡിലുള്ളവർ, അല്ലെങ്കിൽ ഇവിടെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ നേഴ്സുമാർ, അങ്ങനെയുള്ളവർ. ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്നത് കെയർ ഹോം വർക്കേഴ്സായിട്ട് ഇവിടെ വളരെയധികം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഈ ലിസ്റ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവർ ലിസ്റ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് ഇവർ ഈ പറയുന്ന ഈ ഗവൺമെൻറ് എന്താണ് ഈ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അത് വന്നു കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു നേഴ്സ് ആണെങ്കിൽ ഒരു 20 പോയിൻ്റ് എന്ന് വെക്കുക. അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തിട്ടുള്ളവർക്ക് 20 പോയിൻ്റ്, നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ജോബ് വരും, അതിലുള്ളവർക്ക് 20 പോയിൻ്റ്. പിന്നെ ഈ പറയുന്ന ലൈഫ് ഇൻ ദ UK ടെസ്റ്റിനൊരു പോയിൻ്റ് കാണും, 10 പോയിൻ്റ്. അത് ഓൾറെഡി തന്നെ എല്ലാവരും ചെയ്യേണ്ടതാണ്, അതിനകത്ത് വരുമായിരിക്കാം. പിന്നെ ഈ പറയുന്ന IELTS അല്ലെങ്കിൽ UK നാരിക്ക് വഴി ഈക്വലൻസി എടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പം ഒരു ഡിഗ്രി മസ്റ്റാണ് UK നാരിക്ക് വഴി ഈക്വലൻസി എടുക്കണമെങ്കിൽ. അത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പേപ്പറും ഒക്കെ ഇവിടെ കൊടുത്തെങ്കിലേ ഈക്വലൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് 20 10 പോയിൻ്റ് കാണും. പിന്നെ PhD-കാർക്ക് അത് പ്രത്യേകമായിട്ട് എപ്പോഴും ഉള്ളതാണ് ഇവിടുത്തെ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ. അത് ഏത് കൺട്രീസിൻ്റെ എടുത്താലും PhD ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ ഈക്വലൻസി ഉള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് PhD ചെയ്തതാണെങ്കിൽ അതിനൊരു 20 പോയിൻ്റ് കാണും. അങ്ങനെ കുറേ സെറ്റ് ഓഫ്, പിന്നെ ഇവിടുത്തെ സിറ്റിസൺ ആണ് പാർട്ട്ണറെങ്കിൽ അതിന് കാണും, അല്ലെങ്കിൽ പേരൻസ് ഇവിടെ സിറ്റിസൺസ് ആണെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ലെവലിലേക്ക് പഠിക്കാനായിട്ട് പോകുന്ന മക്കളുള്ളവരാണെങ്കിൽ, കാരണം അവരുടെയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവർക്കിനി മറ്റൊരിടത്ത് ചെന്ന് അവരുടെ ഫ്യൂച്ചറിനെ അത് അഫക്റ്റ് ചെയ്യും. അതൊക്കെ ഇവർ നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ എന്നാണ് ഇതുവരെയുള്ള ഹിസ്റ്ററി പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഒരു 100 പോയിൻറ്റിൽ 80 എബോവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് കിട്ടാം. അല്ല 80ക്ക് താഴെ പോയെങ്കിൽ നിങ്ങൾക്ക് 10 വർഷം കൊണ്ട് കിട്ടാം. അങ്ങനെ ഒരു പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് ഇത് മാറും എന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പിന്നീട് നടന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും വളരെയധികം ക്വസ്റ്റ്യൻ ആൻസർ വേളകളിലൊക്കെ പാർലമെൻറ്റിൽ ഇതേ ഡൗട്ടുകൾ പല MP-മാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മിനിസ്റ്ററുടെ റിപ്ലൈ എന്ന് പറയുന്നത്, ഞങ്ങളിതെല്ലാം ഇപ്പം ഇവിടെ ഉള്ളവരെ ഇത് അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ അതെല്ലാം കൺസിഡർ ചെയ്ത് അത് ഫ്യൂച്ചറിൽ അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഇവിടെ ഉള്ളവരെ അഫക്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇത് എന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഇത് എന്താണെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഇത് ഇവിടെ ഉള്ളവർക്കും ഇനിയും വരാനിരിക്കുന്നവർക്കും ഇത് ബാധകം ആകും എന്നാണ് എൻ്റെ ഒരു
കണക്ക് കൂട്ടൽ. പക്ഷേ ഇതൊരു പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറും. അപ്പോൾ ഈ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റം ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഈ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റം എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ നമുക്ക് എത്ര പോയിൻ്റ് ഉണ്ടാകും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ പറയുന്ന പർട്ടിക്കുലർ പോയിൻറ്റിന് മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഡിസൈഡ് ചെയ്യാൻ പറ്റും 5 വർഷമൊക്കെയാകും കിട്ടുമോ അല്ലെങ്കിൽ 10 വർഷം കഴിയേണ്ടതായിട്ട് വരുമോ എന്നുള്ളത്. അപ്പോൾ ഒരു ധാരണ ആണ് ഞാൻ ഈ ILRൻ്റെ അല്ലെങ്കിൽ PR-ൻ്റെ 5-ൽ നിന്ന് 10-ലേക്ക് മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു റൂളായിട്ടില്ല, ഫ്യൂച്ചറിലാകാനിരിക്കുന്ന കാര്യമാണ്. ഇതൊരു പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. നമുക്ക് ആ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ പോയിൻ്റ് അവരിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ എന്നാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല. എല്ലാം നല്ലതായി തന്നെ പര്യവസാനിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനിയും ഞാൻ എൻ്റെ അടുത്ത വീഡിയോകളിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിയെക്കുറിച്ചുള്ള അവരുടെ പുതിയ ഇതും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും പിന്നെ നമ്മുടെ കെയർ ഹോം വർക്കേഴ്സിൻ്റെ വിസ മാറ്റിയതിനെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള ആശങ്കകൾ, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ ഒക്കെ റിപ്ലൈ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അത് എനിക്കറിയത്തില്ലെങ്കിലും അത് എവിടുന്നെങ്കിലും ഞാൻ പലരോടും ഇത് ഡിസ്കസ് ചെയ്ത് എന്നാൽ കഴിയുന്ന രീതിയിൽ അതിനെല്ലാം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതൊരു കോമൺ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ ശ്രമിക്കുക. ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ILR 5 വർഷത്തിൽ നിന്നും 10 വർഷത്തിലേക്ക് ആക്കുകയാണെങ്കിലും നമ്മൾ ആ പോയിൻ്റ് ബേസ്ഡ് ഇതിൽ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഓൾ. ടേക്ക് കെയർ. ബൈ.